ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു വെറൈറ്റി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കുംബറിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ട്യൂണ. ട്യൂണയും കുക്കുംബറും അതേപോലെ തന്നെ മറ്റുള്ള വെജിറ്റബിൾസും ഒക്കെ നമ്മൾ സലാഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇന്ന് വെള്ളരിക്കും ട്യൂണയും ഉപയോഗിച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻഡ് ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വെള്ളരിക്കയ്ക്ക് പകരം വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിന്നൊരു വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 750 ഗ്രാമിൻ്റെ വെള്ളരിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒരു 500 ഗ്രാം വരും. അപ്പോൾ 1/4 ഭാഗം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ വെള്ളരിക്ക കഴുകി എടുത്തിട്ടാണ് ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കഴുകിയാൽ നമ്മൾ പിന്നെ മുറിച്ചതിന് ശേഷം കഴുകിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളയാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റണമെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. സാധാരണ നമ്മൾ വെള്ളരിക്കക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുറിക്കണ പോലെ അത്രയും ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. അല്ലാതെ ചെറിയ പീസാക്കൊന്നും വേണ്ട തോരനാന്ന് വിചാരിച്ചിട്ട്. നമ്മൾ സാധാരണ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾക്ക് ഇത് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ട്യൂണ കഴിക്കാത്ത ആളുകളാണ്, പ്യുവർ വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ ട്യൂണ ഇടുന്നത് ഒഴിവാക്കാം കേട്ടോ. ഇതിൽ വെറും നമുക്ക് വെള്ളരിക്ക മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ തോരൻ ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ലാസ്റ്റ് ചെയ്യുന്ന ട്യൂണ ഇടുന്നത് ഒഴിവാക്കിയാൽ മതി. അപ്പം ട്യൂണ ഇട്ടില്ലെങ്കിലും നമുക്ക് ഈ തോരൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബോളയാണ്. ഞാനിവിടെ ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കണതെന്ന് വെച്ചാൽ തോരന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിന്നിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് സബോള എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിക്കുക. ഇപ്പോൾ ഞാനിവിടെ സബോള ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അധികം വലിയ കഷ്ണങ്ങളാക്കണ്ട, ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് പച്ചമുളക് ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില, അത് നല്ലപോലെ കഴുകിയിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സബോള അരിഞ്ഞത്, പിന്നെ ഒരു പിടി കോക്കനട്ട്, അത് കൈകൊണ്ട് ഒരു പിടി എടുക്കുന്നത് മാത്രം ആവശ്യമുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിലും ട്യൂണയും വേണം. അപ്പോൾ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആവശ്യമുണ്ട്. പിന്നെ ടിൻ ട്യൂണ ഒരെണ്ണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക്, അതിനുശേഷം കറിവേപ്പില ഞാൻ തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ ചിരവി മാറ്റി വെച്ചേക്കുന്ന ഒരു പിടി കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അധികം മുരിയണ്ട, ഒന്ന് പച്ചമണം മാറിയാൽ മതി സബോളയുടെയൊക്കെ. ആ സമയത്ത് നമുക്ക് ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കണ ഈ വെള്ളരിക്കും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം, നല്ല ലോ ഫ്ലെയിമിൽ ഇടണം. അതായത് ഈ വെള്ളരിക്കയുടെ എല്ലാ ഭാഗത്തേക്കും ചൂട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച്
വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. വെള്ളരിക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും. വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഈ അടി കരിയാതിരിക്കാനാണ് ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആ ആവിയിൽ തന്നെ ഇരുന്നിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ലോ ഫ്ലെയിമിന് പകരം ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ഒക്കെ ആകുമ്പോഴാണ് ഇത് പെട്ടെന്ന് കരിയുക. അതിനുശേഷം നമ്മളിത് വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്യൂണയിൽ കുറച്ച് ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലിലത്തെ ട്യൂണയാണ്. ആ ഓയിൽ ഞാനിവിടെ ഊറ്റി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ട്യൂണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ട്യൂണ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടിയും ഒന്ന് വെള്ളം പോലെ നിൽക്കും. അപ്പോൾ ഒന്നും കൂടിയും ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിവിടെ രുചികരമായ ട്യൂണ വെള്ളരിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.